സഹോദരി എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറയുന്നത്. രണ്ടുപേരാണ് പോണത്, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. അയ്യോ, ഗപ്പായിട്ടാണ് വരും. ഗപ്പ്. കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ കളിക്കുന്നില്ല, നിർത്തി. കളി മുടങ്ങാതെ നടന്നോട്ടെ. രാത്രിയാണോ അധികം കളി? രാത്രി 12 മണിക്ക് 1 മണിക്ക്. രാത്രി 12 മണിക്ക് 1 മണിക്ക്. അപ്പൊ ഉറക്കൊന്നുമില്ലേ? എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? നന്നായി ഓടുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചൊരു ഓട്ടക്കാരിയാണെന്ന് കണ്ടു. നല്ല ടൈം പാടില്ല, കാര്യങ്ങളൊക്കെ നടക്കും. അറിയാലേ എന്ത് ഈ ശബ്ദം കേൾക്കണ്ട്. കുതിരപ്പുറത്താണ് ആധാരിക വരുന്നത്. ആ അമ്മേ, അയ്യോ, ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ. ഇതും കൂടെ അവിടെ കുത്തിവെച്ചാ ഭംഗിയായി. ഊരാനൊക്കെ പറ്റുമല്ലേ? ഇത് സിബും പട്ടണമൊക്കെ ഉണ്ടോ? അല്ല, ഒരു ഡൗട്ട് ഉണ്ട്. ഊരി കാണിക്കാവോ? സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോഴുള്ള സുഖം മറ്റുള്ളവരുണ്ടാക്കിയാ എനിക്ക് കിട്ടില്ലല്ലോ. മാത്രമല്ലോ, ഇത് പിടിക്കാനേ അറിയണം. നന്നായി പിടിച്ചാലേ ഒരു വശം ഉണ്ടല്ലോ. നന്നായി പിടിച്ചാലേ വരുള്ളൂ. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, അപ്പൊ നന്നായി കമ്പിളി പോയപ്പിന് വേറെ അർത്ഥമുണ്ട്. കണ്ടിക്കുക. തൃശ്ശൂര് കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. എങ്ങനെ ചൂണ്ടയിടുമ്പോ പോലും കിട്ടാറുണ്ടോ? ഈ ചൂണ്ടയിട്ടിട്ടാണ് ഈ ചേട്ടനെ പിടിച്ചത്. വളഞ്ഞ കുളത്ത് എടുത്ത് കുടിക്കുന്നതാണോ ചേട്ടാ? നിർബന്ധമാണ്. ജാക്കറ്റ് മസ്റ്റാണ്. ബ്രേസർ ഇട്ടില്ലെങ്കിലും ജാക്കറ്റ് ഇടണം. ഇങ്ങനെ ചോദിച്ചാൽ മനസ്സിലായി. ഇതിന്റെ ഉണ്ട ഇങ്ങനെ നീണ്ടായിരിക്കുക. ഈ ഉണ്ടയല്ല അത്. ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പറ്റില്ല. വെടിവെപ്പ് വളരെ ചെറുപ്പം മുതല് എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നിങ്ങൾ കേട്ടല്ലോ, ഇതെല്ലാമാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്ന കോമഡികൾ. ഇതങ്ങ് ആസ്വദിക്കണമെന്നാണ് ആഭാസനായ സ്വർണ്ണ മുതലാളി പറഞ്ഞു കേൾപ്പിക്കുന്നത്. എനിക്കൊന്നേ ചോദിക്കാനും, ഇയാളുടെ വീട്ടിലും ഭാര്യയുണ്ട്, മകളുണ്ട്. അവരെക്കുറിച്ച്, അതായത് ഇയാളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഇത്തരം അശ്ലീലം കലർന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയാൽ അത് കേട്ട് ആസ്വദിക്കുവാൻ ബോബി ചെമ്മണ്ണൂരിന് സാധിക്കുന്നവർ ഉണ്ടായേക്കാം. പക്ഷേ അഭിമാനബോധമുള്ള, സംസ്കാരമുള്ള ഒരു മലയാളിക്കും ഇത്തരം പ്രയോഗങ്ങളെ ന്യായീകരിക്കുവാനോ അവ ആസ്വദിക്കുവാനോ കഴിയുന്നതല്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയമുണ്ട്. ഇരകളായ സ്ത്രീകളെ, അവരെ പ്രതിരോധിക്കുവാൻ സാഹചര്യമില്ലാത്ത രീതിയിൽ ട്രാപ്പ് ചെയ്തതിന് ശേഷം പൊതുവേദിയിൽ വെച്ചാണ്, അല്ലെങ്കിൽ ആളുകളുടെ മധ്യേ വെച്ചാണ് ബോബി ഇത്തരം ആഭാസ അശ്ലീല പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്. ഇക്കാര്യത്തിൽ അയാൾക്ക് ഇരയാകുന്ന സ്ത്രീയുടെ പ്രായമോ പദവിയോ അവരുടെ പശ്ചാത്തലമോ ഒന്നും വിഷയമല്ല. പച്ചയ്ക്കങ്ങ് ചോദിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഹീറോയിസമാണെന്നുള്ള രീതിയിൽ സ്വയമേ ഒരു ഊളച്ചിരി അങ്ങ് ചിരിക്കും. ഏതായാലും ഇപ്പോൾ ഏതാണ്ട് സൂക്കേടൊക്കെ ഒതുങ്ങിയ മട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെ തന്നെ മാപ്പപേക്ഷയുമായി ഇദ്ദേഹം രംഗത്തെത്തിയത്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ജയിലിലാകുവാൻ ഇടയാക്കിയ ആ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസന്റ്. കൂടുതലായിട്ട് വിമർശനം വരുന്നത് സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ, ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചെ, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല.
എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത, അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. ഇങ്ങനെ നടിയെ വെടിയെന്ന് വിളിച്ച ബോബി ചെമ്മണ്ണൂർ ഉണ്ടയില്ല വെടിയും വളഞ്ഞ 916 സാധനവുമായി കേരള പോലീസിന്റെ ആതിഥ്യത്തിൽ കേരള സർക്കാരിന്റെ ഭക്ഷണം കഴിക്കുവാൻ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. എല്ലാ ഞരമ്പന്മാർക്കും ബോബിയുടെ അനുഭവം ഒരു പാഠമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി.